നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് DYFI. ആവശ്യമുന്നയിച്ച് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് DYFI മാർച്ച്. വിയ്യൂരിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തമിഴ്നാട് പോലീസിനൊപ്പം പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. പോലീസ് തടവുകാരനെ കൊണ്ടുവരുന്നത് ലാഘവത്തോടെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. കുന്നംകുളം പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. മർദ്ദിച്ചത് പെങ്ങാമുക്ക് സ്വദേശി ഷബീറിനെ. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം പാമ്പ് കടിയേറ്റെന്ന് സംശയം. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. മേള നവംബർ 7 മുതൽ 10 വരെ. 5500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി. വാർത്തകൾ വിശദമായി. റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് DYFI. ആവശ്യമുന്നയിച്ച് DYFI പ്രവർത്തകർ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംഭവമല്ല, നമുക്ക് മുന്നിൽ ഒരു സൗമ്യമുണ്ട്, പേര് അറിയാത്ത ധാരാളം പേരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥൻ TTE തന്നെ മർദ്ദിക്കുന്ന ചില വാർത്തകൾ വീഡിയോകളും പുറത്തു വന്നു. അപ്പൊ ഇവിടെ DYFI ഒരു സമരം തീരുമാനിച്ചപ്പോൾ സംസ്ഥാന പോലീസിന്റെ ഭാഗമായിട്ട് ചിലരുണ്ട്, റെയിൽവേ പോലീസിന്റെ ഭാഗമായിട്ട് ഉയർന്ന പ്രത്യേകതകളിലേക്ക് ഇരിക്കുന്ന പല ആളുകളുണ്ട്. ഞങ്ങളിപ്പോൾ ഈ സമരം ഇതിന്റെ ഭാഗമായി രാജ്യത്താണ് നടക്കുന്ന ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് ജനാധിപത്യ വിരുദ്ധം. ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം S ഷക്കീർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം PM R ഷോ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കിഷോർ, വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MA ജിതിൻ രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലക്കാട് ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് നാസിം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിയ്യൂരിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചുമാറ്റിയിരുന്നുവെന്ന തമിഴ്നാട് പോലീസിന്റെ മൊഴി സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബാലമുരുകന്റെ വേഷം വെള്ളമുണ്ടും മഞ്ഞയിൽ കറുത്ത കള്ളികളുള്ള ഷർട്ടുമാണ്. ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെയെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാലമുരുകൻ മുണ്ടഴിച്ച് ഉടുത്ത് സ്വതന്ത്രനായി പുറത്തേക്കിറങ്ങി പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ബാലമുരുകനെ ഒടുവിൽ കണ്ടത് ഇന്നലെ പുലർച്ചെ 2:30 വിയ്യൂർ ജയിലിന് സമീപം പാടൂക്കാട് വെച്ചാണ്. മോഷ്ടിച്ചതെന്ന് കരുതുന്ന സൈക്കിളിൽ വരികയായിരുന്ന ബാലമുരുകനെ പോലീസ് കണ്ടതോടെ സൈക്കിൾ ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തുകൂടി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. പ്രദേശത്ത് റെയിൽവേ ട്രാക്ക് ഉള്ളതിനാൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഒപ്പം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലൂടെയുള്ള ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കണക്കുകൂട്ടുന്നു. നഗരത്തിലും സമീപ ജില്ലകളിലും ബാലമുരുകനായി വ്യാപക തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാത്തൂർ ചുങ്കമന്തം ജംഗ്ഷനിൽ വാഹനാപകടം. ടൂറിസ്റ്റ് ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബുധനാഴ്ച പുലർച്ചെ 5:30 സംഭവം. അപകടത്തിൽ ബസിന്റെയും ടിപ്പറിന്റെയും മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിനിടെ മീൻ വിൽപ്പന നടത്തുന്ന 2 ഇരുചക്ര വാഹനങ്ങളിലും ഇടിച്ചു. അവയും തകർന്നു. ആർക്കും കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെയായതിനാൽ റോഡിലും ആളുകൾ കുറവായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുന്നംകുളം പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. പെങ്ങാമുക്ക് സ്വദേശി 44 വയസ്സുള്ള ഷബീറിനാണ് പരിക്കേറ്റത്. ചെറുപ്പളശ്ശേരി അനന്തപത്മനാഭൻ എന്ന ആനയുടെ പാപ്പാന്മാരാണ് യുവാവിനെ മർദ്ദിച്ചത് എന്നാണ് പരാതി. പുലർച്ചെ 2:30 സംഭവം. ഷബീറിൻ്റെ സഹോദരപുത്രനെ ആനപ്പുറത്ത് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദനമേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനത്തിൽ തലക്കേറ്റ മുറിവിൽ 5ഓളം തുന്നലുകളുണ്ട്. ആനയുടെ തോട്ടി കൊണ്ടുള്ള മർദ്ദനത്തിലാണ് യുവാവിൻ്റെ തലയ്ക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ പ്രതികൾക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒന്നാംകല്ല് സ്വദേശി മാധവ് മണികണ്ഠനാണ് മരിച്ചത്. മരണകാരണം പാമ്പ് കടിയേറ്റതാണെന്ന് സംശയമുണ്ട്.
കിടപ്പുമുറിയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ശരീരമാകെ നീലപ്പാടുകളോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാലിത്തീറ്റ സബ്സിഡി വിതരണം നടത്തി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അത് ഒരു അനുഗ്രഹമാണ്. യാതൊരു നിവൃത്തിയില്ലാത്ത മരുന്ന് വാങ്ങാൻ പോലും മറ്റുള്ള ആളുകളെ, കുടുംബത്തിലെ മക്കൾക്കോ മരുമക്കളെയോ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ സഹായം ഏറ്റവും മികച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ചായ കുടിക്കാൻ, ഒരു എന്താ പറയുക, ബീഡി വലിക്കാൻ, ബീഡിയൊന്നും വലിച്ചുകൂടാ, പുകയില വരുന്ന ദിനമായിട്ടാണ് ഇവിടെ പഞ്ചായത്ത് ദിനമല്ല, പുകയില വരുന്ന പഞ്ചായത്തും ഇങ്ങനെ കഴിയില്ലാത്തതുകൊണ്ട് ആരെങ്കിലും വലിച്ചത് പഞ്ചായത്തിന് തലയിൽ വരും. അതുകൊണ്ട് പുകയില വിരുദ്ധ അല്ലെങ്കിൽ വീരമുക്ത സ്കൂളായി പ്രഖ്യാപിക്കാൻ പോകാനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാജിദ, രാമചന്ദ്രൻ, രമ, പഞ്ചായത്ത് അംഗം ബാലസുബ്രഹ്മണ്യൻ, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ നന്ദകുമാർ, സുജാത, സെക്രട്ടറി ശ്യാമള എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് അംഗം രജനി സ്വാഗതവും ക്ഷീരവികസന ഓഫീസർ ശ്യാമിലി നന്ദിയും പറഞ്ഞു. ക്ഷീരസംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്ന പാലിന് പൊതുവിഭാഗത്തിന് സബ്സിഡിയായി ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷവും കേരളശ്ശേരി പഞ്ചായത്ത് 3 ലക്ഷവും നൽകുന്നുണ്ട്. കാലിത്തീറ്റ ഇനത്തിൽ SC-കാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപയും പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷവും നൽകി വരുന്നു. പഞ്ചായത്തിലെ 81 ക്ഷീരകർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുറമ്പോക്ക് സ്ഥലത്ത് വേലി കെട്ടിയതുമൂലം ആദിവാസി കുടുംബങ്ങൾക്ക് വഴിയില്ലാതായെന്ന് പരാതി. അകത്തേത്തറ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിരുത്തരവാദപരമായ നടപടിയാണ് ഇതിന് വഴിവെച്ചതെന്ന് ആദിഗോത്രസഭ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സി ഹരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അകത്തേത്തറ ധോണി കരിപ്പാലി തോടാണ് സ്വകാര്യ വ്യക്തി കമ്പിവേലി കെട്ടി കയ്യേറിയത്. തോടിന്റെ പുറമ്പോക്ക് സ്ഥലത്ത് താമസക്കാരനായ ജോർജിന്റെ മകൻ സാബുവാണ് 2007 മുതൽ കയ്യേറി വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് സി ഹരി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിനെതിരെ ആദിവാസികൾ സമരം ചെയ്യുകയും ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഫെബ്രുവരി 11 പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന് പരാതിയും നൽകി. തുടർന്ന് കമ്മീഷൻ RDOയ്ക്കും നടപടികൾക്കായി താലൂക്ക് തഹസിൽദാർക്കും ചുമതലയേൽപ്പിച്ചു. ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പുറമ്പോക്ക് ഭൂമി കയ്യേറിയതാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ സെക്രട്ടറി ഉത്തരവ് നടപ്പിലാക്കാതെ കാലതാമസം വരുത്തുകയാണെന്ന് സി ഹരി കുറ്റപ്പെടുത്തി. ഉത്തരവ് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന് മുന്നിൽ ആദിവാസികൾ സമരം ആരംഭിക്കുമെന്നും സി ഹരി വ്യക്തമാക്കി. ഗോത്ര കമ്മീഷന് ഒരു പരാതി ആ പ്രദേശത്ത് തന്നെ ഊർമൂപ്പനായ മണി പരാതി നൽകിയത്. ആ പരാതിയെ തുടർന്ന് കമ്മീഷൻ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി 30 ദിവസത്തിനകം റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം പാലക്കാട് റവന്യൂ ഡിവിഷണൽ ഓഫീസർ അന്വേഷണം നടത്താൻ പാലക്കാട് തഹസിൽദാർക്ക് നിർദ്ദേശം നൽകുകയും തഹസിൽദാർ താലൂക്ക് സർവേയർക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി അളന്ന് തിട്ടപ്പെടുത്തുന്നതും അങ്ങനെ അധികമായിട്ട് ഭൂമി കൈകയറ്റം ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ വസ്തുത അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുകയും തുടർന്ന് താലൂക്ക് സർവേയറും സംഘവും വരികയും ആ സർവേ ചെയ്തതിൽ അനധികൃതമായിട്ട് ഭൂമി ഈ പ്രതി കൈകയറ്റം ചെയ്തിട്ടുള്ള വസ്തുത കണ്ടെത്തുകയും അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ആ വേലി പൊളിച്ചു മാറ്റി ആദിവാസികൾക്ക് നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ബന്ധപ്പെട്ട റവന്യൂ ഡിവിഷനിൽ നിന്ന് വന്ന ഓഫീസർമാർ അകത്തേത്തറ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വാക്കാലും കത്താലും റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MU അജീഷ്, ഊരുമൂപ്പന്മാരായ MV വീരേന്ദ്രൻ, P മണി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 20 ലക്ഷം രൂപ ചിലവിൽ മണ്ണൂർ കല്ലംപറമ്പിൽ നിർമ്മിക്കുന്ന
സാംസ്കാരിക നിലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. നല്ല നിലപാടുകൾ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ കൃഷിക്കാരെ സഹായിക്കാൻ, നെൽകൃഷിക്കാരെ സഹായിക്കാൻ, ഉഴവുകൂലി കൊടുക്കാൻ എല്ലാ വർഷവും കൃത്യമായി 65 ലക്ഷം 7 പഞ്ചായത്തുകൾക്കായി വിഭജിക്കപ്പെടും. പക്ഷേ 65 ലക്ഷത്തിൽ കുറയാത്ത പൈസ ഉഴവുകൂലിക്ക് വേണ്ടി നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇരുപ്പുപോലെ കുറഞ്ഞു, ഒരു പൂവലായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൃഷിഭവനിലൂടെ ആ പൈസ ലഭ്യമാകും. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. വാർഡംഗം പി സി സുമ, ബ്ലോക്ക് അംഗം പി എസ് അബ്ദുൽ മുത്തലിഫ്, പി എം യൂസഫ്, ടി ആർ ശശി, എസ് ജെ എൻ നജീബ്, വി സി പ്രീത എന്നിവർ സംസാരിച്ചു. മണികണ്ഠൻ സ്വാഗതവും ശൈലേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. 7 മുതൽ 10 വരെ നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ 14 ജില്ലകളിൽ നിന്നായി 5500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ADPI TS സന്തോഷ് കുമാർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂൾ, ഹൈസ്കൂൾ, HSS, VHSE വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് ADPI TS സന്തോഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് മോയൻ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നഗരത്തിലെ 6 വിദ്യാലയങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ചോക്ക് നിർമ്മാണം, വോളിബോൾ നെറ്റ്, ചന്ദനത്തിരി, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പനയോല, തഴയോല ഉൽപ്പന്നങ്ങൾ, കുടനിർമ്മാണം എന്നിവ ഒഴിവാക്കിയും വിവിധ ക്യാരി ബാഗ് നിർമ്മാണം, ഫൈബർ ഫാബ്രിക്കേഷൻ, നൂതന ആശയ പ്രവർത്തന മോഡൽ, ലോഹത്തകിടിൽ ദ്വിമാന ചിത്രം, പോസ്റ്റർ ഡിസൈനിങ്, പോട്രി പെയിൻറ്റിംഗ്, കൂവള പാള നിർമ്മാണം, ചൂരൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്തുമാണ് ഇക്കുറി മത്സരങ്ങൾ നടക്കുന്നത്. ഉദ്ഘാടനം നടക്കുന്ന 7-നും 8, 9 തീയതികളിലും പ്രധാന വേദിയിൽ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 8, 9 തീയതികളിൽ ചെറിയ കോട്ടമൈതാനത്ത് വിദ്യാർത്ഥികളെയും 16ഓളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി സെമിനാറുകളും കരിയർ ഫെസ്റ്റും സംഘടിപ്പിക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനും അവശ്യ സഹായത്തിനും സേവനത്തിനുമായി 2500ഓളം വോളണ്ടിയർമാർ കർമ്മനിരതരാകും. അവശ്യഘട്ടങ്ങളെ അഭിമുഖീകരിക്കാനായി മെഡിക്കൽ, പോലീസ്, ഫയർ സർവീസ് സേവനങ്ങളും സജ്ജമാണ്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ, ഒഫീഷ്യൽ, വിധികർത്താക്കൾ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4 ദിവസങ്ങളിലും പഴയിടം മോഹനൻ നമ്പൂതിരി വിവിധ തരത്തിലുള്ള രുചികരമായ ഭക്ഷണം ഒരുക്കും. 1000 പേർക്ക് ഇരിക്കാവുന്ന ഊട്ടുപുരയിൽ ഉൾപ്പെടെ ഭക്ഷണ ക്രമീകരണം നടത്തുന്നതിനായി 300 അധ്യാപകരും വിദ്യാർത്ഥികളും സജ്ജരായിരിക്കും. 3 മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് മേള കാണാനും വിലയിരുത്താനും അവസരമുണ്ടാകുമെന്നും TS സന്തോഷ് പറഞ്ഞു. സംസ്ഥാനത്ത് ശാസ്ത്രോത്സവം നടത്തുന്നത് 7 വ്യത്യസ്ത വേദികളിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടക സമിതിയുടെ ഓഫീസുമെല്ലാം മോയിൻസ് സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തവണത്തെ മേളയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പരിഷ്കരിച്ച മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേള നടത്തുന്നത്. ഒരു വർഷം മുമ്പേ നമ്മൾ പരിഷ്കരിച്ചായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം അത് നോട്ടിഫൈ ചെയ്യുന്നതിന് കാലതാമസം വന്നുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ശാസ്ത്രമേളയിൽ മാനുവൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണത്തിൽ വന്നിട്ടുള്ള 1-2 പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാമൂഹ്യ ശാസ്ത്രമേളയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മത്സരങ്ങളെല്ലാം ഓൺ ദ സ്പോട്ട് മത്സരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. മുൻപ് ചില മത്സരങ്ങളിൽ അത് കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന് അതിന് ഇവാലുവേഷൻ നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓൺ ദ സ്പോട്ട് മത്സരങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയ മേളയിൽ 7 ഇനങ്ങൾ ഒഴിവാക്കുകയും വിദഗ്ധ സമിതി അത് അത്ര കാലാനുസൃതമല്ല എന്ന് കണ്ടിട്ട് 7 ഇനങ്ങൾ ഒഴിവാക്കി പുതുതായിട്ട് 8 ഇനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു മാനുവലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷത്തെ ശാസ്ത്രമേള നമ്മൾ നടത്തുന്നത്. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഇത്രയധികം കുട്ടികൾ നമ്മൾ ഇവിടെ വരുമ്പോൾ അവർക്ക് ഉള്ള താമസ സൗകര്യം, അവർക്കുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യം, അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷന് ഉള്ള സൗകര്യം, ഇങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും നമ്മൾ ഹരിത പ്രോട്ടോകോൾ, ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഈ മേള നടത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. DDE PM സലീന ബീവി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A സാബിറ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MN വിനോദ്, മീഡിയ കമ്മിറ്റി കൺവീനർ A ഹനീഫ, NCTA P മുഹമ്മദ് അഷറഫ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 1,26,00,000 ചിലവഴിച്ച് നവീകരിക്കുന്ന മാണിക്യംപാറ കടമ്പൂർ റോഡ് പ്രവൃത്തികൾക്ക് തുടക്കം.
ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 51 ലക്ഷം രൂപയും കേരള സംസ്ഥാന ബജറ്റിൽ അനുവദിക്കപ്പെട്ട 75 ലക്ഷം രൂപയും ചേർത്ത് 1,26 ലക്ഷം രൂപയ്ക്കാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. രാധാകൃഷ്ണൻ മാസ്റ്റർ, വാർഡ് മെമ്പർ A. വിജിത, അമ്പലപ്പാറ പഞ്ചായത്ത് AE ശ്രീജ തങ്കച്ചൻ, റോഡ് കോൺട്രാക്ടർ അഖിൽ എന്നിവർ സംസാരിച്ചു. MR ബിജു സ്വാഗതവും KP ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉദ്ഘാടനത്തിനൊരുങ്ങി ഒറ്റപ്പാലത്ത് നവീകരിച്ച CPIM ഓഫീസായ AKG മന്ദിരം നവംബർ 6 വൈകിട്ട് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അധ്യക്ഷനാകും. വർഗ ബഹുജന സംഘടനകളുടെ ഓഫീസ് കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാവ് AK ബാലൻ പതാക ഉയർത്തും. VS സ്മാരക ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനും കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മീറ്റിംഗ് ഹാൾ സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസും ഏരിയ കമ്മിറ്റി മീറ്റിംഗ് റൂം K. ശാന്തകുമാരി MLAയും ഉദ്ഘാടനം ചെയ്യും. സുവനീർ പ്രകാശനം സംസ്ഥാന കമ്മിറ്റി അംഗം MB രാജേഷ്, AKG ഫോട്ടോ അനാച്ഛാദനം P. ഉണ്ണിയും നിർവഹിക്കും. PP കൃഷ്ണൻ ലൈബ്രറി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറിയിലേക്കുള്ള പുസ്തകം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ഏറ്റുവാങ്ങും. 2024 ഫെബ്രുവരി 1 പുനർനിർമ്മാണം തുടങ്ങിയത്. 1980 വരെ ചെറുപ്പളശ്ശേരി റോഡിൽ വാടക കെട്ടിടത്തിലായിരുന്നു താലൂക്ക് കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അന്നത്തെ താലൂക്ക് സെക്രട്ടറിയായിരുന്ന MP കുഞ്ചു, M. വാമനൻ, P. കുഞ്ഞൻ, K. ശിവരാമൻ, K. വി. രാമൻകുട്ടി, P. ഗോവിന്ദൻകുട്ടി, V. രാജൻ, CG പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ അവരുടെ വസ്തുക്കൾ പണയം വെച്ചും കടം വാങ്ങിയും ഇപ്പോഴുള്ള സ്ഥലം വാങ്ങുകയായിരുന്നു. 1981 ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി നിലവിൽ വന്നു. 2004 ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിലവിലുള്ള കെട്ടിടത്തിൽ സൗകര്യമില്ലാത്തതിനാലാണ് ആധുനിക രീതിയിൽ 7657 ചതുരശ്ര അടിയിൽ കെട്ടിടം നവീകരിച്ചത്. ആ ഓഫീസ് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പുതിയ ഓഫീസ് കെട്ടാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ വർഗബോധന സംഘടനയ്ക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് തരത്തിലാണ് ആ ഓഫീസ് കെട്ടിടം ഇപ്പോൾ 7658 സ്ക്വയർ ഫീറ്റാണ് ഈ പുതിയ ഗസ്റ്റ് ഹൗസിന് ഉള്ളത്. ആ നിലയിലാണ് നമ്മളതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ഇതിനാവശ്യമായുള്ള സംഖ്യ ബാക്കി ബ്രാഞ്ചുകൾ ശേഖരിച്ച് തരുന്ന തീരുമാനം എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ശേഖരിച്ച് ഉള്ള പൈസ കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെട്ടിടം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിനേക്കാൾ ഒരു മെച്ചപ്പെട്ടൊരവസ്ഥ ഉണ്ടായി എന്ന് പറയാനേ കഴിയും. അതപ്പോൾ നമ്മുടെ സംഘടന എന്നുള്ളതിലേക്കുള്ള മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു ഓഫീസ് സൗകര്യമൊന്നും ആയിട്ടൊന്നുമില്ല. എന്നാലും നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു ഓഫീസാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 300-ൽ കൂടുതൽ പേർ ഇരിക്കാവുന്ന ഹാളും ഉൾപ്പെടെ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കണിയമ്പുറം CSN ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്ന് റെഡ് വളണ്ടിയർ മാർച്ച്, ബഹുജന പ്രകടനം എന്നിവ ആരംഭിച്ച് ബസ് സ്റ്റാൻഡിന് സമാപിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു 900 വളണ്ടിയർമാരാണ് ലോക്കൽ കമ്മിറ്റികളിലായി 900 വളണ്ടിയർമാർ. അതിൽ ഒരു 750 വളണ്ടിയർമാർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പരീക്ഷാകരണത്തിലുള്ള ആളുകളുടെ റാലിയാവും. അതിനുശേഷം വളണ്ടിയർ മാർച്ചിന് ശേഷം റാലി ഉണ്ടാവും. റാലിക്ക് ശേഷം പൊതുസമ്മേളനത്തിലുള്ള ബസ് സ്റ്റാൻഡിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ പ്രോഗ്രാം നോട്ടീസിലുണ്ട്. ആദ്യത്തെ ഭാഗമായി ബേബി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ഒറ്റപ്പാലത്തിന് ഒരു സാംസ്കാരിക പരിപാടികളാണ്. 10,000-കണക്കിന് പാർട്ടി പ്രവർത്തകരും 900-ൽ പരം വളണ്ടിയർമാരും പങ്കെടുക്കും. പൊതുസമ്മേളനത്തിനു ശേഷം പിന്നണി ഗായിക പുഷ്പവതിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറും. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം
എസ് അജയകുമാർ, ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ സുരേഷ്, യു രാജഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഡിവൈഎഫ്ഐ. ആവശ്യമുന്നയിച്ച് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച്. വിയ്യൂരിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരൻ ബാലമുരുകന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തമിഴ്നാട് പോലീസിനൊപ്പം പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. പോലീസ് തടവുകാരനെ കൊണ്ടുവരുന്നത് ലാഘവത്തോടെയെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തം. കുന്നംകുളം പഴഞ്ഞി മൂലേപ്പാട് പള്ളിപ്പെരുന്നാളിനിടെ ആനപ്പാപ്പാന്മാരുടെ മർദ്ദനത്തിൽ യുവാവിന് പരിക്ക്. മർദ്ദിച്ചത് പെങ്ങാമുക്ക് സ്വദേശി ഷബീറിനെ. വടക്കാഞ്ചേരിയിൽ യുവാവിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരണകാരണം പാമ്പ് കടിയേറ്റെന്ന് സംശയം. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പാലക്കാട്ട് ഒരുക്കങ്ങളായി. മേള നവംബർ 7 മുതൽ 10 വരെ. 5500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.